നമസ്കാരം. എന്റെ കഴിഞ്ഞ മെസ്സേജിന്റെ ബാക്കി എന്നോണം കുറച്ച് കാര്യങ്ങളും കൂടി ഇപ്പോൾ ഞാൻ പറയുന്നു. കാരണം ആ മെസ്സേജിന്റെ അടിയിൽ വന്ന ഒരുപാട് കമന്റുകൾ, സംശയങ്ങൾ എന്നോട് അല്ലാതെ ഫോൺ ചെയ്തും ഒക്കെ പലരും വിളിച്ച് ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കഴിഞ്ഞ മെസ്സേജ് ഇതായിരുന്നു: ഈ വീണുപോയ ദൂതന്മാർ എന്ന് ബൈബിളിൽ പറയുന്നത് ശരിക്കും ആരാണ്, എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആഴത്തിൽ പല രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോ പബ്ലിക്കായിട്ട് ജനങ്ങളോട് പറയരുത് എന്ന് കർശനമായി എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് കൂടുതൽ ആഴത്തിൽ ഇതിന്റെ രഹസ്യങ്ങളും സത്യങ്ങളും മനസ്സിലാക്കി ഇറങ്ങും തോറും ശരിക്കും നിങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ ദോഷം. കാരണം ഈ ആസുരിക പൈശാചിക ശക്തികളെ കുറിച്ചും അവരുടെ ട്രാപ്പുകളെ കുറിച്ചുമൊക്കെ, അവരുടെ രഹസ്യങ്ങളും കാര്യങ്ങളും നിങ്ങൾ എത്രത്തോളം തിരിച്ചറിയുന്നു അത്രത്തോളം അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അവരുടെ കഷ്ടത, അവരുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ആഴത്തിലോട്ടൊന്നും പോവാത്തത്. എന്നാലും ചില അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും തെറ്റി പോകും. കാരണം ഇപ്പോഴത്തെ കാലത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. നമ്മുടെ മനസ്സിനെല്ലാം ശക്തമായ രീതിയിൽ ഈ നെഗറ്റീവ് ശക്തികൾ ദൈവം അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന രീതിയിൽ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രയൊക്കെ സൃഷ്ടാവ ദൈവമെന്ന് നിങ്ങൾ കേട്ടാലും മനസ്സിലാക്കിയാലും ഒരു വശത്ത് ഇത്രയും നാളും പിടിച്ചുകൊണ്ടിരുന്ന ഈ അദൃശ്യ ശക്തികളുമായിട്ടുള്ളൊരു പിടി മനസ്സിൽ നിന്നും പെട്ടെന്ന് പോകാൻ പാടാണ്. അപ്പൊ അതിനെ രക്ഷപ്പെട്ട് വരാൻ പാടായിട്ടിരിക്കവേ ബാക്കി രഹസ്യങ്ങളും മർമ്മങ്ങളും കൂടി തിരിച്ചറിഞ്ഞാൽ അത് ഭയങ്കരമായ പാടായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ കരകയറി വരാൻ ഭയങ്കര പാടായിരിക്കും. അത് പക്ഷെ ഞാൻ പറയും, ഈ മെസ്സേജുകൾ ഇങ്ങനെ പോയി ആത്മീയ വളർച്ച നേടി വരുന്ന അനുസരിച്ച്, കൂടുതൽ രഹസ്യങ്ങൾ മനസ്സിലാക്കി വരുന്ന അനുസരിച്ചൊക്കെ ഞാൻ പല കാര്യങ്ങളും പറയും. എന്നാലും ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു കമന്റ് ഞാൻ കണ്ടത്, ഈ 6000 വർഷത്തിനകത്തുള്ള കാര്യങ്ങളല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഈ വീണുപോയ ദൂതന്മാരുടെ കഥയൊക്കെ ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാണോ? ആദം എന്ന സൃഷ്ടി, ആദ്യ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കൂടെ ആകെ കൺഫ്യൂഷൻ എന്ന് ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇത് പലർക്കുള്ള കൺഫ്യൂഷനാണ്. എന്നെ വിളിച്ച് പലരും ഇതൊക്കെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാനീ പറയുന്ന ആദ്യ മനുഷ്യനായ ആദം എന്ന് പറയുന്ന ദൈവം ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യൻ 6000 വർഷം മുമ്പ് അല്ല ആ സംഭവം നടന്നിട്ടുള്ളത്. അത് നടന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ചിലപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങളും പഴക്കം വരാം. ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ഭൂമി ഉള്ള സമയത്ത് ഈ ഭൂമിയിൽ മറ്റ് അനേക അദൃശ്യ ശക്തികളെന്ന് നമ്മൾ പറയുന്ന ഏലിയൻസ് ആണ് ഭൂമി ഭരിച്ചുകൊണ്ടിരുന്നതും അവിടെ വാഴുന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവരവിടെ തന്നെ ഉണ്ട്. ഇവരിവിടെ സുഖമായി വാണുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം ശരിക്കും ഈ മനുഷ്യനെ എന്ന് പറയുന്ന പുതിയൊരു സംഗതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ ഇങ്ങനെ കാണുന്നെങ്കിലും ദൈവത്തിന്റെ കണ്ണിൽ പുതിയൊരു പരീക്ഷണ സാധനമാണ്. അങ്ങനെ പുതിയൊരു സാധനത്തെ സൃഷ്ടിച്ചിട്ട് ശരിക്കും മറ്റ് അദൃശ്യ ശക്തികളായ ഏലിയൻസ് അല്ലെങ്കിൽ ദേവീ ദേവന്മാർക്കൊന്നും കൊടുക്കാത്ത എന്തോ ചില പുതിയ സംഗതികൾ, അതിന്റെ പ്രധാന സാധനം ദൈവത്തിന്റെ സകലതും ഒരു മനുഷ്യനിലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സൃഷ്ടി ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ശരിക്കും ആ മനുഷ്യനിലൂടെ ദൈവത്തിന് തന്നെ കുറച്ച് പവർഫുൾ ആവാനാണ് ദൈവ പരിപാടി ചെയ്തത്. അപ്പം ആ ഒരു മനുഷ്യ സൃഷ്ടിയിൽ ആ മനുഷ്യനിലൂടെ ദൈവത്തെ തന്നെയാണ് വളർത്തുന്നത്. അപ്പൊ ഈ മനുഷ്യനിലൂടെ വളർന്നു വരുന്ന ഈ ചെറിയ ആത്മാവ് വലിയൊരു പവർഫുള്ളായ ആത്മാവായി മാറുമ്പോൾ തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ എത്തും. പക്ഷേ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ 4th ഡയമെൻഷനിലോ 5th ഡയമെൻഷനിലേക്ക് നമ്മളുടെ ആത്മാവിനെ ഇട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും മറ്റൊരു ദേവൻ എന്ന രീതിയിൽ പുനർജനിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ആത്മാവ് എവരുടെ ഇടയിൽ മറ്റൊരു രീതിയിലാണ് നമ്മുടെ ആത്മാവ് നിൽക്കുന്നത്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി മറ്റ് ശക്തികളിൽ നിന്നും വേറിട്ടൊരു ഒരു സൃഷ്ടിയാണ്. ഇപ്പൊ ഒരുപാട് അദൃശ്യ ശക്തികളുണ്ടല്ലോ. ഇപ്പൊ ജിന്നുകൾ എന്നൊക്കെ പറയുന്നുണ്ട്, മാലാഖമാരെന്ന് പറയുന്നുണ്ട്, കെരൂബുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പല വിഭാഗങ്ങളായിട്ട് കോടാനുകോടി സംഗതികളുണ്ട്. ഇതേപോലെ ഒരു ദൈവത്തിന്റെ കണ്ണിൽ ഒരു സംഗതിയാണ് ഈ മനുഷ്യൻ. അപ്പൊ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷം മുമ്പാണ് സൃഷ്ടിച്ചത്. ബൈബിളിൽ പറയുന്ന 6000 വർഷം മുമ്പുള്ള ആദം എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും ഈ 6000ന്റെ കണക്കല്ല. എന്നാൽ 6000 വർഷം മുമ്പ് ഈ ഒരു കാലഘട്ടം തുടങ്ങി വന്ന സമയത്ത് മറ്റ് ദേശങ്ങളിൽ നിന്നും ഒരു നശീകരണവും കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവം തിരഞ്ഞെടുത്ത ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കുടുംബം, ഒരു ദമ്പതി, അവരെ വെച്ചും കൊണ്ട് ദൈവം തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ ബൈബിളിലുണ്ട്. പക്ഷെ
ഇതിനെ ആദം ഔവ എന്ന ആദ്യ മനുഷ്യനും ആദ്യ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അത് കറക്റ്റ് അല്ല എന്ന് ദൈവം എന്നോട് പറയുന്നു. കാരണം ബൈബിളിൽ പറയുന്ന ഈ പല കാര്യങ്ങളും അപൂർണമാണ്. ഈ മോശയുടെ 5 ഗ്രന്ഥങ്ങൾ, ആ മോശയ്ക്ക് കിട്ടിയ ദർശനങ്ങൾ മോശയ്ക്ക് ദൈവം മറ്റൊരു ദേവനിലൂടെ അല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തിയിലൂടെ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് ബൈബിളിലെ പഴയ നിയമത്തിലൂടെയൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ അതിലും ഒരുപാട് തിരുത്തലുകളും ഒരുപാട് ഗ്രന്ഥങ്ങൾ നശിച്ചു പോവുകയും ചെയ്തത് കൊണ്ട് പിന്നീട് വന്നവർ മാറ്റി എഴുതി വന്നപ്പോ ഈ കഥകളെല്ലാം ഈ ഒരു പ്രത്യേക ലെവലിലോട്ട് മാറി തിരിഞ്ഞൊക്കെ ആയിപ്പോയി. അങ്ങനെ ആയിട്ടുണ്ട്. മാത്രമല്ല പലർക്കും ഇതിനുശേഷം പല ദർശനങ്ങളും വെളിപാടുകളും ദൈവത്തിൽ നിന്നും കിട്ടുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തതെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ ആത്മകഥകളിലൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഈ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതെല്ലാം കുറെ നശിച്ചു പോയിട്ടുണ്ട്, കുറെ അനേക ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഈ കത്തോലിക്ക സഭ, ആദിമ കത്തോലിക്ക സഭ ഈ ഒരു ഗ്രന്ഥം വേണം എന്ന്, ക്രിസ്ത്യാനികൾക്ക് ഒരു ഗ്രന്ഥം വേണം എന്ന് മനസ്സിലാക്കി അന്നത്തെ രാജാവിന്റെ കീഴിൽ ഒരുപാട് അന്നുണ്ടായിരുന്ന പരീശന്മാരും പുരോഹിതന്മാരും ആയിട്ടുള്ള മൂപ്പന്മാരുമായിട്ട് അന്നത്തെ ദൈവത്തിന്റെ ആൾക്കാരായിട്ടിരിക്കുന്നവർ, അന്ന് ക്രിസ്ത്യാനികളൊക്കെ വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടും കഷ്ടങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്ത് ഇവരെ ഒരു മതമായി മാറ്റി വേർതിരിച്ച് അവർക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഇത് കൊടുക്കണം എന്ന് മനസ്സിലാക്കി ആ രാജാവ്, ചില അനുഭവങ്ങളിലൂടെയാണ് അയാൾ ആ തീരുമാനം വന്നത്. ആ രാജാവ്, അന്നത്തെ റോമ രാജാവ് ആദിമസഭ രൂപീകരിച്ച് അന്നുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളൊക്കെ, ഒരുപാട് ഗ്രന്ഥങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, കത്തി നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. അതിൽ നിന്നും അവർക്ക് ബോധിച്ച ചില ഗ്രന്ഥങ്ങൾ, ഒരു 60-66 ഗ്രന്ഥങ്ങൾ എന്തോ അത് മാത്രം എടുത്ത്, അതും കിട്ടിയ ബാക്കികൾ വെച്ചിട്ടാണ്. അത് ഇതിൽ തന്നെ പലതും കത്തി നശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ ബൈബിൾ. അപ്പൊ ഈ ബൈബിളിലൂടെ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ രഹസ്യങ്ങളോ മർമ്മങ്ങളോ ഒന്നും നമുക്ക് വ്യക്തമായി കിട്ടൂല. കാരണം പലതും മാറ്റി തിരിച്ച് എഴുതി വെച്ചതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് എനിക്ക് ദൈവം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. എനിക്ക് എന്റേതായ സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിൽ ദൈവം എനിക്ക് പറഞ്ഞിരുന്ന വേറെ പല കാര്യങ്ങളും ഇതുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട്. പക്ഷെ എന്റെ സംശയങ്ങൾ ഇനിയും കാട് കയറി പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതൊന്നും പൂർണ്ണമല്ല. ഇപ്പൊ ഞാനീ പറയുന്നതും പൂർണ്ണമല്ല. ഭാവിയിലെ എനിക്കും ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ എന്നാണ് എന്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. ഞാനും പല സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷെ സമയമാകുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ആയുസിന്റെ അകത്ത് എത്രത്തോളം എന്തൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതും പൂർണ്ണമാവൂല. കാരണം ഇനി അടുത്ത ജനറേഷൻസ് വരുമ്പോൾ കൂടുതൽ രഹസ്യങ്ങളും മർമ്മങ്ങളും കാര്യങ്ങളും ഗ്രഹിച്ച് വരുന്നവർക്ക് ഇനി വേറെ രീതിയിൽ ചില കാര്യങ്ങൾ വരും. പക്ഷെ ഇതിന്റെ അകത്തെല്ലാം ഒരു പൊതു തത്വമുണ്ട്. ഈ പൊതു തത്വങ്ങളാണ് എല്ലായിടത്തും ഒരേപോലെ വരുന്നത്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പല രീതിയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാവനാരൂപത്തിലൂടെയൊക്കെയാണ് പല കാര്യങ്ങൾ വരുന്നത്. അതും അവരുടെ ശിഷ്യരിലൂടെ കൈമറിഞ്ഞ് വരുമ്പോൾ അതിലും ഒരുപാട് തിരുത്തലുകളും മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഒരു വശം. ഈ ആദം എന്ന് പറയുന്ന ഈ ബൈബിളിൽ പറയുന്ന 6000 വർഷം മുമ്പുള്ള ആദം, അത് 6000 വർഷം മുമ്പുള്ള കഥയല്ല, ലക്ഷക്കണക്കിന് വർഷം മുമ്പാണ് ആ ആദത്തിന്റെ കഥ വരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് എപ്പോഴോ എവിടെയോ ശരിക്കുള്ളൊരു ഈ 6000 വർഷം മുമ്പ് വന്ന ദൈവം തിരഞ്ഞെടുത്ത ഒരു കുടുംബം, ഒരു ഭാര്യ ഭർത്താവിനെ വെച്ച് അടുത്തൊരു പാരമ്പര്യം ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇടയിൽ ഇവിടെ ഉണ്ട്. പക്ഷെ അത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ അന്ന് ആ ലക്ഷക്കണക്കിന് വർഷം ദൈവം ആദ്യമായിട്ട് സൃഷ്ടിച്ച ഈ ആദം, അത് ഭൂമിയിൽ വെച്ചല്ല സൃഷ്ടിച്ചേക്കണത്, വേറെ ഏതോ ഒരു ഗ്രഹത്തിൽ വെച്ചാണ്, ഒരു മറ്റു ഡയമെൻഷനിൽ എവിടെയെങ്കിലും ആയിരിക്കാം. 3 ഡയമെൻഷനിൽ ജീവിക്കാനായിട്ട് ഇങ്ങനെ ഒരു പുതിയ സൃഷ്ടിയെ ചെയ്തപ്പോ ആ സൃഷ്ടിയെ മാനിക്കാതെയും ആ സൃഷ്ടിയെ താല്പര്യപ്പെടാതെയും ദൈവത്തിൽ നിന്നും അനേക ദേവന്മാർ അല്ലെങ്കിൽ ഈ ചില ശക്തികൾ തെറ്റിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ മറ്റ് ഡയമെൻഷനിൽ നടക്കുന്ന കഥകളാണ്. അവിടെയും കുടുംബവും ഒക്കെ ഉണ്ട്. നമ്മുടെ 3 ഡയമെൻഷനിലുള്ള മനുഷ്യനെ കുടുംബവും മക്കളും ഒക്കെ ഉള്ളതുപോലെ മറ്റ് ഡയമെൻഷനിൽ ജീവിക്കുന്ന അവർക്ക് 3യിലും വരാനേ ഉള്ളൂ. 3യും വരാം, അടുത്ത 4ത്തിലൊക്കെ പോയി 5ത്തിലൊക്കെ അവർക്ക് സഞ്ചരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 4th ഡയമെൻഷനിൽ വസിക്കുന്നവർക്ക് 3 ഡയമെൻഷനിലോട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവർ മനുഷ്യരെ പോലെ നമ്മളുടെ പോലുള്ള സകല വിചാരങ്ങളും കാമവും സെക്സും ഒക്കെ 3 ഡയമെൻഷനിലോട്ട് ഇറങ്ങുമ്പോൾ അവരവിടെ നിന്ന് ആസ്വദിക്കും. അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഇന്ന സമയത്ത് ഇന്ന കുളത്തിൽ പോകരുത്, ഇന്ന പ്രദേശത്ത് പോകരുത്, അവിടെ ജിന്നുകൾ വരും. 3 ഡയമെൻഷനിലോട്ട് വന്ന് മനുഷ്യരെ പോലെ ശരീരമെടുത്ത് ആസ്വദിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് പോയാൽ അവരെ നമ്മൾ അറ്റാക്ക് ചെയ്യും. ഈ സമയത്ത് സ്ത്രീ ദേവിയോ അല്ലെങ്കിൽ പുരുഷ ദേവനോ ഒക്കെ 4th ഡയമെൻഷനിൽ നിന്ന് താഴോട്ട് 3 ഡയമെൻഷനിൽ വന്നു കഴിഞ്ഞാൽ അവര് ലൈംഗികമായി ബന്ധപ്പെടുകയും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയോ വെച്ച് അവർ ചെയ്യും. കാരണം അവർക്ക് 3യിലോട്ട് വന്ന് മനുഷ്യർ ആസ്വദിക്കുന്ന പോലെ ആസ്വദിക്കും. 4ത്തിലേക്ക് പോകും. ഇവരെ നമ്മൾ ഏലിയൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ കാലഘട്ടത്ത്. അപ്പൊ ഏലിയൻസിൽ 3 വരുമ്പോൾ സാധാ മനുഷ്യനെ പോലെ അവർക്കെല്ലാം പറ്റും.
അവർക്ക് അപ്പൊ 3യിൽ വന്ന് കഴിയുമ്പോൾ അവർക്കും ആഹാരം കഴിക്കണം. പക്ഷെ 4ത്തിൽ പോയി കഴിയുമ്പോൾ അവർക്ക് ആഹാരത്തിന്റെ ആവശ്യം വരുന്നില്ല. ഇത് എന്താണ് സെറ്റപ്പ് എന്ന് വെച്ചാൽ എനിക്കും പിടിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭൂമിയിലുള്ള ജീവിതമാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഭൂമിയിൽ തന്നെ ഈ ആദ്യ മനുഷ്യൻ എന്ന ഒരു പുതിയൊരു സംഗതിയെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നിട്ട് പിന്നെ വന്ന കഥകളൊക്കെയാണ് നമ്മൾ ഈ പുരാണങ്ങളിൽ കാണുന്ന കഥകൾ. അന്ന് ഏലിയൻസ് ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭൂമിയിൽ മനുഷ്യർ തുടങ്ങി. ഈ മനുഷ്യ സ്ത്രീകളെ അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ കല്യാണം കഴിച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകളുണ്ട്. പിന്നെ അങ്ങോട്ട് വഴക്ക്, പ്രശ്നങ്ങൾ, ഇതെല്ലാം ഏലിയൻസും ഭൂമിയിലെ മനുഷ്യരുമായിട്ട് നടന്ന ഈ കഥകളാണ് നമ്മൾ ഈ പുരാണ കഥകളെന്നും പറഞ്ഞ് കംപ്ലീറ്റ് വായിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇപ്പൊ പലരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, കൈലാസത്തിലെ ശിവനാണോ നിങ്ങൾ ഈ പറയുന്ന പുറന്തള്ളി കളഞ്ഞ പുത്രൻ അല്ലെ ഏലിയൻ അല്ലെങ്കിൽ ആ ദേവൻ നെഗറ്റീവ് ശക്തി എന്ന് പറഞ്ഞ കൈലാസത്തിലെ ശിവനാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇതാണ് അങ്ങനെയാണ് എന്നൊന്ന് ഉറപ്പിച്ചങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റൂല. കാരണം രഹസ്യങ്ങൾ എനിക്കറിയാം. നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തുക. ഇതിന് ആദ്യ പടിയായിട്ട് ദൈവം എനിക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഇതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, കൈലാസത്തിലെ ശിവനെക്കുറിച്ച് വേദഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കുക. കാരണം നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. എനിക്ക് ചില കുളുകൾ തന്ന് വിടാനേ പറ്റുള്ളൂ. കാരണം ഞാൻ ഈ കാര്യം എന്തെങ്കിലുമൊക്കെ ഇതാണ് ശരിയെന്ന് പറയുമ്പോൾ ഇത് എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന ചില ശരികളാണ്. ഇത് ശരിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്കെങ്ങനെ പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അതിന് പല കാര്യങ്ങളും തുറന്നടിച്ച് രഹസ്യങ്ങൾ പറയരുതെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പലതും രഹസ്യമായി വെച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം നിങ്ങൾ അതിനെ മനസ്സുകൊണ്ട് പുച്ഛിക്കുകയോ എതിർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും നിങ്ങൾക്ക് സൃഷ്ടാവതയത്തിന്റെ ഹൈലൈറ്റ് വരാനുള്ള അത് പാടാണ്. പിന്നെ കിട്ടൂല, അങ്ങോട്ട് വരാനുള്ള അത് വഴി അടഞ്ഞു പോകും, അടച്ചുകളയും. ഈ നെഗറ്റീവ് ശക്തികൾ അടച്ചുകളയും. പക്ഷെ നിങ്ങൾ തന്നെ അന്വേഷിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ശരികൾ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നെഗറ്റീവ് ശക്തികൾക്കും നിങ്ങളെ പുറകോട്ട് പിടിക്കാൻ പറ്റൂല. പക്ഷെ ആരെങ്കിലും പറഞ്ഞ അറിവ് വെച്ചും കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ തന്നെ വീണു പോകും എന്ന് പറയുന്നത് കൊണ്ടാണ് പലതും ഞാൻ തുറന്നടിച്ച് ഇതാണെന്ന് പറഞ്ഞ് പല രഹസ്യങ്ങളും പറയാത്തത്. പക്ഷെ ഭാവിയിൽ പറയുമായിരിക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ കൈലാസത്തിലെ ശിവനാണോ എന്ന് പലരും ചോദിക്കുന്ന നിങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ ഈ കൈലാസത്തിലെ ശിവനെ കുറിച്ച് എന്ത് പറയുന്നു? പുരാണങ്ങളിലല്ല, അതാണ് ആദ്യമേ പറഞ്ഞത്. പുരാണങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിലുണ്ടായിരുന്ന ഏലിയൻസും ഇവിടുത്തെ മനുഷ്യരും ഏലിയൻസുകൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും അവരുടെ കഥകളും ഒക്കെയാണ് പുരാണങ്ങളിലുള്ളത്. അതല്ല ഞാൻ പറയുന്നത്. ഇനി മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ, ഭഗവത്ഗീത കൃഷ്ണന് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ആ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കൈലാസത്തിലെ ശിവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ കൈലാസത്തിലെ ശിവൻ ആരാണ് എന്താണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് തന്നെ കിട്ടും. അങ്ങനെ നിങ്ങൾ കണ്ടെത്തുക. പിന്നെ അടുത്തൊരു സംഗതി ഉള്ളതെന്ന് വെച്ചാൽ, ഈ പല രഹസ്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് തടസ്സം ആയി നിൽക്കുന്ന ഈ ആസുരിക അല്ലെങ്കിൽ പൈശാച ശക്തികൾക്ക് നിങ്ങളെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റൂല. പക്ഷെ അതെങ്ങനെ നിങ്ങൾ എത്തണമെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ വളർന്ന് ആ സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ ആത്മാവിലൂടെ നേരിട്ട് കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾ വളർന്നു വരണം. അതാണ് വേണ്ടത്. അല്ലാതെ ഈ അറിവ് ഗുരുവിൽ നിന്ന് എന്തെങ്കിലും അറിവ് കിട്ടി ഇതാണ് ശരി, ഇത് തെറ്റാണോ, ഇത് സംശയിച്ച് പോകുന്നവർ എല്ലാം വീണുപോകും. അത് പാടാണ് കയറി വരാൻ. പക്ഷെ സ്വന്തമായി നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ തോറ്റുപോകൂല. ഇനിയുള്ള കാലത്ത് അങ്ങനെ വേണം നിങ്ങൾ ജയിച്ച് മുന്നോട്ട് വരാനെന്നാണ് ദൈവം എന്നോട് പറയുന്നത്. പണ്ട് അങ്ങനല്ല. ഗുരുവിൽ നിന്ന് കിട്ടുന്നു. ഒരു 99% വിശ്വസിച്ചാലും ഈ 1% എവിടെയെങ്കിലും സംശയം കിടക്കും. ആ ഒരു 1% പിടിച്ച് ആസുരിക ശക്തികൾ ഇവനെ വഴിതെറ്റിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും കൊണ്ടുവന്ന് നശിപ്പിച്ചു കളയും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങൾക്ക് തന്നെ പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ നിങ്ങളെ പിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ ദർശനങ്ങളും അല്ലെങ്കിൽ സ്വപ്നങ്ങളും ഇതിന്റെ വ്യാഖ്യാനത്തിലൂടെയൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വളർന്നു വരണം എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ വളർന്നു വന്നാൽ ഞാനീ തരുന്ന ചില പൂർണ്ണമല്ലാത്ത ചില കാര്യത്തിന്റെ പൂർണ്ണത നേരിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി തരും. ദൈവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിന് ദൈവം ആ ഒരു ലെവലിലേക്ക് റെഡിയാണ്. പക്ഷെ നിങ്ങൾ അതിന് റെഡിയായി വരുന്നില്ല. അതാണ് കുഴപ്പം. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരിക. വലിയ വലിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ദൈവത്തിൽ നിന്നും ക്ലിയർ ചെയ്തെടുക്കുക. ഇതാണ് ശരിക്കുള്ള രീതി. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.